നമ്മുടെ പ്രേക്ഷകർ വിചാരിക്കുന്നുണ്ടാവും വിഴിഞ്ഞം വിട്ടോ. വിഴിഞ്ഞത്തെ പറ്റി നിങ്ങൾ 3-4 ദിവസമായിട്ട് സ്റ്റോറി ഒന്നും ചെയ്യുന്നില്ലല്ലോ. വിഴിഞ്ഞം വിട്ടതൊന്നുമല്ല, വിഴിഞ്ഞത്തെ കാര്യങ്ങളെല്ലാം ആസ് പെർ ദ ഷെഡ്യൂൾ സുഗമമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് പിന്നെ കുത്തിത്തിരിവ് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ ആശാസമരം വന്നു, മറ്റു ചില വിവാദങ്ങൾ വന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വാർത്തകൾ കൊടുത്തു. പിന്നെ വിഴിഞ്ഞത്തുനിന്ന് പെട്ടെന്ന് എടുത്ത് കാണിക്കേണ്ടുന്ന വലിയ സംഭവങ്ങളൊന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വിഴിഞ്ഞത്തെ പറ്റി നമ്മൾ വിഴിഞ്ഞം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഏഷ്യയുടെ ഗ്രോത്ത് എഞ്ചിനാണ് എന്നുള്ള ധാരണയിൽ തന്നെ നമ്മളത് കാണുന്നുണ്ട്. അവിടെ റോഡിൻ്റെ പണികൾ മുന്നോട്ട് പോകുന്നു, ദേശീയപാതയായിട്ടുള്ള കണക്ടിവിറ്റി, റെയിലിൻ്റെ DPR മന്ത്രിസഭ അംഗീകരിച്ചു, തുരങ്ക ടണൽ പാത വിഴിഞ്ഞത്തു നിന്ന് ബാലരാമം വരെയുള്ളതിൻ്റെ ഏതാണ്ട് കാര്യങ്ങളിൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞു. റെയിൽവേയുടെ അന്തിമ ചില നടപടികളാണ് ബാക്കിയുള്ളത്. പിന്നെ കൊങ്കൺ റെയിൽവേ അത് നിർമ്മിക്കുന്നു. കാരണം ഒരു റെയിൽപാളം നിർമ്മിക്കണമെങ്കിൽ അതിനൊരു സമയബന്ധിതമായിട്ട് ഒരു ദിവസം പാതിരാത്രിയോട് നിർമ്മിക്കാൻ പറ്റുന്നതല്ലല്ലോ. അതിന് 1.5 വർഷം എടുക്കും ഈ 10 കിലോമീറ്റർ റെയിൽപാത തീരാൻ വേണ്ടി. അതുവരെ കാത്തിരിക്കുക. അപ്പോൾ ചോദിക്കും, ഈ പാത നേരത്തെ ഉണ്ടാക്കിക്കൂടായിരുന്നോ? ഈ ചിലർ ഈ വിമർശിക്കുക എന്നല്ലാണ്ട് വികസനത്തെ പറ്റി യാതൊരു ശാസ്ത്രീയ കാഴ്ചപ്പാടും ഇല്ലാത്ത കുറേ ആൾക്കാരുണ്ട്. കുറേ യൂട്യൂബർമാർ, പിന്നെ കുറേ വേറെ മാപ്രകളുമുണ്ട്. എന്താ റെയിൽ നേരത്തെ ഉണ്ടാക്കാഞ്ഞത്, എന്താ റോഡ് നേരത്തെ ഉണ്ടാക്കാഞ്ഞത്, വിഴിഞ്ഞം വരുമെന്ന് അറിയില്ലായിരുന്നു? ഇതിനൊക്കെ എന്താ മറുപടി പറയേണ്ടത്? റോഡ് ദേശീയമായതായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ദേശീയപാത അതോറിറ്റിയുടെ അനുമതി വേണം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നിതിൻ ഗഡ്കരിയുടെ വകുപ്പിന്റെ അനുമതി വേണം. അത് ഇതുവരെ തന്നിട്ടില്ല. അതായത് ഈ ജംഗ്ഷൻ ഉണ്ടാക്കാനുള്ള അനുമതി ഇതുവരെ കേന്ദ്രത്തിൽ നിന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇപ്പൊ താൽക്കാലിക റോഡാണ് കണക്ടിവിറ്റി ദേശീയപാതയായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അത് താൽക്കാലിക റോഡാണ്, അതിന്റെ പണി അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അപ്പോൾ അതുവരെ കപ്പലുകൾ ഡെയിലി ഇപ്പോൾ എത്രയോ 200-ലധികം 230ഓളം 227-30ഓളം കപ്പലുകൾ, വൻകിട കപ്പലും മദർഷിപ്പുകളും ഫീഡർഷിപ്പുകളും ഉൾപ്പെടെ വന്നു പോയിരിക്കുന്നു. അവിടെ കൃത്യമായിട്ട് ബിസിനസ് നടക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കണ്ടെയ്നറുകൾ കപ്പലുകളിൽ വരുന്നു, വൻ കപ്പലുകൾ വരുന്നു, മദർഷിപ്പുകൾ ചെറിയ കപ്പലുകളിലേക്ക് മാറ്റുന്നു. ചെറിയ കപ്പലിൽ കൊണ്ടുവരുന്ന ലോഡ് കയറ്റിപ്പോകുന്നു. ഡ്രാഫ്റ്റ് കൂടുന്നതനുസരിച്ച് ചരക്ക് നീക്കം അങ്ങോട്ടും പുറത്തേക്കും ഇങ്ങോട്ട് വരുന്നത് ഇമ്പോർട്ടും എക്സിമും എല്ലാം കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ അതിപ്പോൾ കടൽ വഴി മാത്രമാണെന്നേ ഉള്ളൂ. സംസ്ഥാന സർക്കാരിന് വരുമാനം അതിൽ നിന്ന് വേണ്ടത്ര കിട്ടുന്നില്ല. അത് കിട്ടാനുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. ഗേറ്റ് വേ ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് 4 മാസത്തിനകത്ത് തീർക്കുമെന്ന് കഴിഞ്ഞ ദിവസം തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ നിയമസഭയിൽ പറഞ്ഞു. അതൊന്നും വലിയ വാർത്തയൊന്നും ആവില്ല. വാർത്തയാകുന്ന എന്താണ്, നെഗറ്റീവ് വല്ലതും ഉണ്ടെങ്കിൽ വാർത്തയാവും. അതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു കാര്യം ഇന്ന് കണ്ടത്. അത് എന്നിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക. അതായത് ഞങ്ങൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, മെത്തനോൾ അതുപോലെ ഗ്രീൻ എനർജി ബേസ്ഡ് ഒരു ഇൻഡസ്ട്രിയിലേക്ക് കപ്പൽ ഗതാഗത വ്യവസായം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ എല്ലാ വിശദാംശങ്ങളും ഞങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. പരമ്പരാഗത ഫോസിൽ ഫ്യൂവൽ ഓടുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറി മെത്തനോളിലോ LNGയിലോ ഒക്കെ ഓടാവുന്ന രീതിയിലേക്ക് പ്രകൃതി സൗഹൃദ ഇന്ധനത്തിലേക്ക് മാറുന്ന ഒരു കൺവേർഷൻ പ്രോസസ്സിലാണ് ലോകത്തിലെ കപ്പൽ ഗതാഗത വ്യവസായം. ഏതാണ്ട് ഒരു 50,000-ലധികം കപ്പലുകൾ അടുത്തൊരു 3-4 വർഷം, ഒരു 5 വർഷത്തിനുള്ളിൽ ഫോസിൽ എനർജി ഫ്യൂവലിൽ നിന്നും ഇതിലേക്ക് ഗ്രീൻ എനർജി, കാർബൺ എമിഷൻ സീറോയിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ആ ഒരു മാർക്കറ്റൂടെ പിടിക്കാൻ വിഴിഞ്ഞത്തിന് കഴിയുമോ ഇല്ലയോ എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അപ്പൊ നമുക്ക് ബങ്കറിങ് വേണം, ബങ്കറിങ് ബെർത്ത് വേണം. എങ്കിലേ ഇന്ധനം നിറയ്ക്കാൻ അവിടെ പറ്റുള്ളൂ വിഴിഞ്ഞത്ത്. അല്ലെങ്കിൽ ഇപ്പൊ ഇന്ധനം നിറയ്ക്കണമെങ്കിൽ കപ്പൽ കൊളംബോയിലോ സിംഗപ്പൂരിലോ പോയി നിറയ്ക്കേണ്ടി വരും. അപ്പോൾ ബങ്കറിങ് വരുന്നതിന് അതിൻ്റെതായ അനുമതി ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അത് അദാനി പോർട്സ് ആണ് അത് അവിടെ നിർമ്മിക്കേണ്ടത് കരാർ പ്രകാരം. അത് വൈകാതെ വരുമെന്ന് നമുക്കറിയാം. അപ്പൊ പിന്നെ മെത്തനോളിന്റെ ലഭ്യത, ഒരു മെത്തനോൾ പോളിസി സർക്കാരിന് വേണം. ആർക്ക്? കേന്ദ്ര സർക്കാരിനാണ് വേണ്ടത്. അപ്പം മെത്തനോൾ നിർമ്മാണത്തിലേക്ക് കടക്കാനുള്ള കാര്യങ്ങൾ വിഴിഞ്ഞത്ത് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നു? അപ്പം ചിന്തിക്കണം. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒക്കെ ആലോചിച്ച് ചിന്തിക്കണം. അവിടെ സഹകരണം വേണം. അല്ലാതെ പിണറായി സർക്കാർ മാത്രം വിചാരിച്ചെല്ലാം നടക്കില്ല. ഞങ്ങൾ പലതവണ നമ്മളുടെ വീഡിയോയിൽ പറയുന്നതാണ്. ഇപ്പൊ എന്തായാലും പറയാൻ കാര്യം, തൂത്തുക്കുടി പോർട്ടിലെ നമ്മുടെ വിഴിഞ്ഞത്തു നിന്ന് ഏതാണ്ട് ഒരു 1,500 കിലോമീറ്റർ അകലെ കിടക്കുന്ന തൂത്തുക്കുടിയിൽ
മെത്തനോൾ ബങ്കറിങ്ങിന്റെ ഒരു സംവിധാനം ഏർപ്പെടുത്താൻ അവിടുത്തെ പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിരിക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള പോർട്ട് അതോറിറ്റിയാണ് തൂത്തുക്കുടി പോർട്ട് നോക്കുന്നത്. പക്ഷേ വിഴിഞ്ഞം സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ അദാനി നടത്തുന്നതാണ് വിഴിഞ്ഞം. കേന്ദ്ര സർക്കാരിന്റെ അത് പങ്കാളിത്തമില്ല. കാരണം കേന്ദ്ര സർക്കാർ തരാമെന്ന് പറഞ്ഞാൽ 817 കോടി രൂപ ഗ്രാന്റ് വയബിലിറ്റി ഗ്യാപ് ഫണ്ട് അവസാനം വായ്പയാക്കി 12,000 കോടി രൂപ തിരിച്ചടയ്ക്കണം ഇത്രയും വർഷം കൊണ്ട്. അത് സ്വീകാര്യമല്ല എന്ന് കേരളം നേരത്തെ തന്നെ തീരുമാനം അനൗദ്യോഗികമായിട്ട് എടുത്തു. ഇനി ആ തീരുമാനം ഔദ്യോഗികമാവേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോഴാണ് തൂത്തുക്കുടി വരുന്നത്. തൂത്തുക്കുടിയിലെ ബങ്കറിങ്ങിന്, മെത്തനോൾ ബങ്കറിങ്ങിന് അല്ലെങ്കിൽ അതുപോലുള്ള പ്രകൃതി സൗഹൃദ ഗ്രീൻ ഫ്യൂവൽ ബങ്കറിങ്ങിന് താല്പര്യമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയവും പിന്നെ ഷിപ്പിംഗ് മന്ത്രാലയം ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളെയെല്ലാം തൂത്തുക്കുടി പോർട്ട് ട്രസ്റ്റിന്റെ ചെയർമാൻ സമീപിച്ചു. അവിടെ അതിനുള്ള അനുമതി സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് മീഡിയയിൽ വാർത്തയാക്കിയിട്ട് വളരെ സന്തോഷം. അതായത് അവതരിപ്പിക്കുന്ന ആളിന് ഭയങ്കര സന്തോഷം. തൂത്തുക്കുടിയിൽ മെത്തനോൾ വരുന്നല്ലോ, വിഴിഞ്ഞത്ത് വരുന്നില്ലല്ലോ, സന്തോഷം. വിഴിഞ്ഞത്തിന്റെ വികസനത്തിന് വേണ്ടി 100 നാഴിക 40 വട്ടം പറയുന്ന ആൾക്കാരാണ്. വിഴിഞ്ഞത്തിന്റെ വികസനം 40 നാഴിക 40 വട്ടം പറയുന്ന ആൾക്കാർ തൂത്തുക്കുടിയിൽ ബങ്കറിങ് വരുമ്പോൾ, മെത്തനോളിന്റെ ബങ്കറിങ് വരുമ്പോൾ പരമ സന്തോഷം. എന്തൊരു സന്തോഷമാണ് മുഖത്ത് കാണാൻ. വിഴിഞ്ഞത്ത് വരുന്നില്ലല്ലോ. വിഴിഞ്ഞത്ത് വരാതിരിക്കുമ്പോൾ അതേപ്പറ്റി നെഗറ്റീവ് വാർത്ത കൊടുത്തിട്ട് ഒരു സുഖം ഇങ്ങനെ കൊണ്ടുപോകണം. ഇവരൊക്കെ നാടിന്റെ വികസനമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? എന്താണ് വേണ്ടത്? വിഴിഞ്ഞത്ത് ഗ്രീൻ എനർജി ബങ്കറിങ്ങിന് ഇന്ധനം നിറയ്ക്കാനുള്ള സൗകര്യം വേണം. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. അതിന് വേസ്റ്റ് എവിടുന്ന് കിട്ടും? വേസ്റ്റ് ഉണ്ടെങ്കിൽ ആ വേസ്റ്റ് എങ്ങനെ ശേഖരിച്ച് അതിനൊരു ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുക. അതിന് കേന്ദ്രത്തിന്റെ അനുമതിയൊക്കെ വേണ്ടി വരും. ലാർജ് പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് അതിന് ഇത്ര സ്ഥലം, അതിൻ്റെ ഇന്ന സംവിധാനങ്ങൾ. അപ്പം അതിനുള്ള കാര്യങ്ങൾ നിൽക്കുക, അതിനെ പിന്തുണയ്ക്കുക. അതിന് പകരം തൂത്തുക്കുടി വരുന്നതിന് ഭയങ്കര സന്തോഷം. കാരണം ഇനിയും ഇവിടുത്തെ സർക്കാരിനെ ചൊറിഞ്ഞുകൊണ്ട് നമുക്ക് വാർത്ത കൊടുക്കാൻ പറ്റുമല്ലോ. മാപ്രകളുടെ ചിന്താഗതി എങ്ങനെയാണ്? നാട്യവികസനമൊന്നും വരരുത്, പക്ഷേ ഞങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കും, വികസനം വരണം. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം വരാതിരുന്നാൽ 4 നെഗറ്റീവ് സ്റ്റോറി ചെയ്തിട്ട് പണി കൊടുക്കാമല്ലോ സർക്കാരിന്. ഈ ചിന്താഗതി മാറാതുണ്ടല്ലോ. പോസിറ്റീവായിട്ട് ഒരു കാര്യവും പറയത്തില്ല. ഒരു ന്യൂസിൽ ഒക്കെ നെഗറ്റീവ് പറയും. പോസിറ്റീവ് മന്ത്രി വാസവൻ നിയമസഭയിൽ പറഞ്ഞത് 4 മാസത്തിനകം കാർഗോ ഗേറ്റ് വേ തുറക്കും, റോഡ് മാർഗം ചരക്ക് നീക്കം ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഒരു വാർത്തയുമല്ല. ആർക്കും അതിനെപ്പറ്റി വാർത്ത കൊടുക്കാനും താല്പര്യമില്ല, ഒന്നുമില്ല. നെഗറ്റീവ് എല്ലാം ഉണ്ടെങ്കിൽ അത് പൊക്കിയെടുത്ത് കൊടുക്കും. അതുകൊണ്ട് വികസനത്തിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുക, അത് വികസനത്തിന്റെ പേരിൽ ഒരു കൺസ്ട്രക്റ്റീവ് ജേർണലിസം, സൃഷ്ടിപരമായ ജേർണലിസത്തിന്റെ ഒരു സമീപനം ദയവ് ചെയ്ത് മാപ്രകളും ചില യൂട്യൂബർമാരും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ സ്വീകരിക്കണമെന്നൊരു അപേക്ഷയാണ് ലെഫ്റ്റ് റൈറ്റ് വോയ്സിന് പറയാനുള്ളത്.